അഭിമന്യു വധക്കേസ് പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളതാണ്. SFIയുടെ ഒരു പ്രവർത്തകനെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഭീകരവാദികൾ കൊല്ലുകയും പിന്നീട് ആ ഭീകരവാദികൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാത്ത CPM വർഗീയത തൊലയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ എന്താണ് അമല, അതിൻ്റെ അപ്ഡേഷൻ എന്താണ്? ആ ഒരു കേസിൽ ഇന്ന് വിചാരണ തുടങ്ങുകയാണ്. പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. 8 വർഷത്തിന് ശേഷം അതിനുശേഷമാണ് ഇപ്പോൾ കൊലക്കേസിൽ വിചാരണ ആരംഭിക്കുന്നത്. PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരായ 16 പേരാണ് കേസിലെ പ്രതികൾ. വിവരങ്ങളുമായി മിഥുനയ്യപ്പൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. മിഥുനെ, 2018 ജൂലൈ 2 അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുന്നെയാണ് അതിൻ്റെ 8ാം വാർഷികം ആചരിച്ചത്. ഇപ്പോൾ ഇതാ ഈ ഒരു കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും എന്നൊരു വിവരം പുറത്തു വരുന്നു. ഇന്ന് 16 പ്രതികളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യപ്രതിയായ മുഹമ്മദ് അടക്കം ഉള്ള 16 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലാണ്. അതോടൊപ്പം തന്നെ സാക്ഷികളായ 125ഓളം പേരും അതിനകത്ത് പുറത്ത് വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരൊക്കെ ഇന്ന് കോടതിക്ക് മുൻപാകെ എത്തുമോ? എന്താണ് വിശദാംശങ്ങൾ? അമൽ ഗൗതം, രാഷ്ട്രീയ കേരളത്തിൽ പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട്. ഈശ്വര വാര്യർ, രാജൻ വധക്കേസിലെ ഉരുട്ടിക്കൊല കേസിലെ ഈശ്വര വാര്യർ, അതായത് രാജൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, മരിച്ചിട്ടും എന്തിനാണ് എൻ്റെ മകനെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന്. അഭിമന്യു ഇത്രയും കാലം മഴയത്ത് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നീണ്ട 8 വർഷത്തിന് ശേഷമാണ് അഭിമന്യു വധക്കേസിലെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. വിചാരണ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ കുറ്റപത്രം ഇന്ന് ഈ 16 പ്രതികൾക്ക് വായിച്ചു കേൾപ്പിക്കുമെന്നുള്ള ആദ്യ പടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് 2-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിമന്യു കേസിൻ്റെ വാർഷികമുണ്ടാകുന്നത്, അഭിമന്യു വധത്തിൻ്റെ വാർഷികമുണ്ടാകുന്നത്. അന്ന് CPM ഹാൻഡിലുകളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അഭിമന്യുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരിക്കൽ പോലും അഭിമന്യുവിനെ കൊന്ന സംഘടന ഏതാണ്, അല്ലെങ്കിൽ കൊന്നവർ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചവരായിരുന്നു എന്നത് സംബന്ധിച്ച യാതൊരു സൂചനയും ആരും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയോ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട അഭിമന്യുവിൻ്റെ ചരമവാർഷികം എന്നാരും പറഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഭയം, അല്ലെങ്കിൽ അഭിമന്യുവിനെ ചതിച്ചു എന്നുള്ള വിമർശനം ഇതോടകം തന്നെ നിലനിൽക്കുന്നുണ്ട് സാഹചര്യത്തിൽ. CPM അഭിമന്യുവിനെ ചതിച്ചു എന്നുള്ള രീതിയിലുള്ള വലിയ വിമർശനമെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ നീണ്ട 8 വർഷത്തെ ഒരു വൈകിപ്പിക്കലിന് കാരണം എന്ന് തന്നെയാണ് വീണ്ടും എടുത്തു കാണിക്കേണ്ടത്. അങ്ങനെ നീണ്ട ഒരു കാലഘട്ടത്തിൻ്റെ അവഗണനയ്ക്ക് ശേഷം ഇപ്പോൾ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു. 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ 16 പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരാണ്. ഇതിൻ്റെ ഗൂഢാലോചന എന്ന ബൃഹത്തായിട്ടുള്ള നടപടിയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മൂല കാരണത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് വെളിച്ചം വീശാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കേരള പോലീസ്, സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് എന്നൊക്കെ എടുത്തു പറയാവുന്ന, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കേരള പോലീസ്. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചന തെളിയിക്കാനോ കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ 16 പ്രതികൾ കഴിഞ്ഞ ദിവസം വരെ വിടുതൽ ഹർജിക്ക് വേണ്ടി കോടതിയെ നിരന്തരം കോടതിയിൽ കയറിയിറങ്ങുന്ന കാഴ്ചകൾ കണ്ടു. അപ്പോഴെല്ലാം തന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ കുറ്റപത്രത്തിൻ്റെതും അതുപോലെ തന്നെ കേസിൻ്റേത് അടക്കമുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ കാണാതാവുന്ന, കോടതിയിൽ നിന്ന് കാണാതാവുന്ന സംഭവ വികാസങ്ങൾ കണ്ടു. എങ്ങനെയെല്ലാം അഭിമന്യുവിനെ ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കേണ്ടത്, ഇല്ലാതാക്കേണ്ടതായിട്ടുള്ള നടപടികൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്നു എന്നുള്ളതാണ്. അതായത് LDF ഭരിക്കുന്ന, CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് ഇന്ന് വിചാരണ ഇക്കാര്യത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ വിചാരണ ഇന്ന് പ്രതികളെല്ലാവരും ഒന്നിച്ച് കോടതിയിലെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതുന്നത്. കാരണം ഇന്ന് അതിൻ്റെ കുറ്റപത്രം ഇന്ന് വായിച്ചു കേൾപ്പിക്കേണ്ട, 16 പ്രതികൾക്കും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കേണ്ട പ്രാഥമിക നടപടിയുണ്ട്. ഏതായാലും ഇനിയെങ്കിലും അഭിമന്യു നീതി ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഢാലോചനയിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തിയിട്ടില്ല. നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള 16 പേരാണ് ഇന്ന് കോടതിയിലെത്തുക. വീണ്ടും ഓക്കെ